ചൂടുകാലത്ത് ചൂട് കുറയാൻ വേണ്ടി മേഘങ്ങളിട്ട് അല്ലാഹു തണുപ്പിച്ചു തന്നു. വെള്ളമില്ലാത്ത സമയത്ത് വെള്ളം തന്നു. ഈ രീതിയിലൊക്കെ അല്ലാഹു തആല എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ചെയ്താൽ അവർ പറയുമത്രേ, ഖാലൂ ലനാ ഹാദി, ഇത് ഞങ്ങൾ കാരണത്താൽ ഉണ്ടായതാണ്. വഇൻ തുസിബുഹും സയ്യിഅ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ മഴ കിട്ടിയേയില്ല, കൃഷികളിൽ ലാഭമില്ല, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ ഫിർഔൻ പറയുമത്രേ, ത്വയ്യറൂ ബിമൂസാ വമൻ മഅഹ്, മൂസ ദുശഗുണമാണ്. ദുശഗുണം, ശകുനപ്പിഴന്നൊക്കെ പറയില്ല, അതുപോലെ മൂസ കാരണത്താലാണ് ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടായത്. അല്ലാഹു പറയുന്നുണ്ട്, അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ് വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ അടുത്താണ് ശിക്ഷയും അനുഗ്രഹങ്ങളും ഉള്ളത്. നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതും അല്ലാഹു കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ കൈകളിലാണിത്. എന്നിട്ട് അല്ലാഹു പറയാണ്, വഖാലു മഹ്മാ തഅതിനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറനാ ബിഹി ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ഫിർഔനും കൂട്ടരും മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്ത് വിദ്യ കൊണ്ടുവന്നാലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. മഹ്മാ തഅതിനാ ബിഹി മിൻ ആയ, എന്ത് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നാലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഫഅർസൽനാ അലൈഹിമുത് തൂഫാൻ, ശക്തമായ പ്രളയം അല്ലാഹു നൽകിയത്. വെള്ളപ്പൊക്കം നൽകി. ഫിർഔനിന് അല്ലാഹു എത്ര തവണയാണ് അവസരം നൽകിയത് എന്ന് ശ്രദ്ധിക്കണം. എത്ര ചാൻസ് കൊടുത്തു, അതിന് കാരണമുണ്ട്. ഫഅർസൽനാ അലൈഹിമുത് തൂഫാൻ, ശക്തമായ പ്രളയം അല്ലാഹു നൽകി. വെള്ളപ്പൊക്കം നമ്മളൊക്കെ അനുഭവിച്ചതാണ്. നമ്മുടെ ഈ നാട്ടിലൊന്നും എത്തിയിട്ടില്ല. കുറച്ചപ്പുറത്തൊക്കെ വെള്ളം കയറി, പള്ളികളിലും വീടുകളിലും നിറയെ വെള്ളം കയറി. വീട് നഷ്ടപ്പെട്ടവർ, ബിസിനസ് നഷ്ടപ്പെട്ടവർ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നഷ്ടങ്ങൾ ഉണ്ടായ ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ മരിച്ചുപോയിട്ടുണ്ട്. അല്ലാഹു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. ഫിർഔനിന് അല്ലാഹു ശക്തമായ പ്രളയം നൽകി. ഫഅർസൽനാ അലൈഹിമുത് തൂഫാൻ, മരം വെട്ടി എന്ന കാരണമാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ, പാറകൾ പൊട്ടിച്ചു എന്ന കാരണമാണ്, മലകൾ തുരന്നു എന്ന കാരണമാണ്, കായലുകൾ കയ്യേറി എന്ന കാരണമാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ, അല്ലാഹു പറയുന്നത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ച് ധിക്കരിച്ചത് കാരണത്താൽ ശക്തമായ പ്രളയം ഞാൻ അവർക്ക് നൽകിയെന്ന്. ആ പ്രളയം അസഹനീയമായപ്പോൾ അവർ നേരെ വന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്കാണ്. യാ മൂസാ, മൂസാ നബിയെ, ഉദ്ഉ ലനാ റബ്ബക് ബിമാ അഹിദ ഇൻദക്, ഒന്ന് നിങ്ങളുടെ റബ്ബിനോട്, നിങ്ങളുടെ രക്ഷിതാവിനോട് ദുആ ചെയ്യുമോ, പ്രാർത്ഥിക്കുമോ? ഈ ഒരു ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചാൽ, നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കുകയും നിങ്ങളെ കൊണ്ട് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുകയും നിങ്ങളുടെ സമുദായക്കാരെ നിങ്ങളുടെ കൂടെ പറഞ്ഞേക്കുകയും ചെയ്യാമെന്ന് ഫിർഔനിന്റെ കൂടെയുള്ള ആളുകൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നീ ഇറക്കിയിട്ടുള്ള ഈ പ്രളയത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു രക്ഷപ്പെടുത്തി. എന്തിന്? നന്നാവട്ടെ എന്ന് വിചാരിച്ചു. എങ്കിലും നന്നാവുമെന്നല്ലേ പറഞ്ഞല്ലേ? അല്ലാഹുവിന് നരകത്തിലേക്ക് വലിച്ചെറിയാൻ താല്പര്യമില്ല. ആരെങ്കിലും ഒരാൾ നന്മ ചെയ്ത് നന്മയിലേക്ക് വരട്ടെ എന്ന ആഗ്രഹമാണ് അല്ലാഹുവിനുള്ളത്. നന്നാവാൻ അല്ലാഹു അവസരം കൊടുത്തു. പക്ഷേ ഈ ഒരു വെള്ളപ്പൊക്കം മാറിയപ്പോഴേക്കും വീണ്ടും മൂസാ നബി അലൈഹിസ്സലാമിനെ ധിക്കരിക്കാൻ തുടങ്ങിയവർ അവരുടെ വാക്കവർ മാറ്റുകയുണ്ടായി. രണ്ടാമതൊരു പരീക്ഷണം അല്ലാഹു നൽകി. വൽ ജറാദ, വെട്ടുകിളിയെ അല്ലാഹു നൽകി.
വെട്ടുകിളിയെ നൽകി. എന്താണ് വെട്ടുകിളി എന്ന് പറഞ്ഞാൽ? അവരുടെ മുഴുവൻ കൃഷികളെയും തിന്ന് നശിപ്പിക്കുന്ന ഒരു തരം കിളിയാണത്. വെട്ടുകിളി, ജറാദ്, ഗൾഫിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം. കൃഷി മുഴുവനും നശിപ്പിക്കും. എവിടെ കൃഷി നട്ടു വളർത്തിയാലും ഈ ഇനം പക്ഷികൾ വന്നിട്ട് അത് നശിപ്പിച്ചു കളയാ. അവരുടെ ജീവിതം കൃഷിയിലാണ്. തിന്നാൻ ഒരു വസ്തു പോലും ഇല്ലാതെ എല്ലാവരും ശക്തമായ ക്ഷാമവും പ്രയാസവും അനുഭവപ്പെട്ടു. ഈ ജറാദിനെ കൊണ്ട്, വെട്ടുകിളികളെ കൊണ്ട് പ്രയാസപ്പെട്ടു. ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിൽ, കൃഷികൾ മുഴുവനും നശിച്ചുപോയ സാഹചര്യത്തിലാണ് നേരെ കടന്നു വന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്. ഖാലൂ യാ മൂസ ദഉ ലനാ റബ്ബക്, മൂസ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ലഇൻ കശഫ്ത അന്ന അദ്ജിസ, ഈ ഒരു പരീക്ഷണം മാറ്റി തന്നാൽ ലനുഅ്മിനന്ന ലക്, നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന ഉദ്ദേശത്തോടെ അല്ലാഹു ആ പരീക്ഷണവും മാറ്റിക്കൊടുത്തു. ജറാദിനെ അവിടെ നിന്ന് പിൻവലിച്ചു. അല്ലാഹുവിന്റെ പട്ടാളത്തെ പിൻവലിച്ചു. വീണ്ടും അവര് പഴയ പണി, വീണ്ടും തുടങ്ങി പഴയ കാലത്ത്. മൂന്നാമതും അല്ലാഹു പരീക്ഷിച്ചു. വൽ ഖുമ്മല ഫഅർസൽനാ അലൈഹിമുത് തൂഫാന വൽ ജറാദ വൽ ഖുമ്മല, ഒരിനം ജീവിയാണ് ചെള്ള്, ഒന്നുകിൽ പേന് അല്ലെങ്കിൽ ചെള്ളുകൾ. ശരീരമാസകലം ചെള്ളുകൾ, എല്ലാവരുടെയും ശരീരത്തിൽ, ഭക്ഷണത്തിൽ, കിടപ്പറയിൽ, വീട്ടിൽ നിറയെ ചെള്ളുകൾ. ചെള്ളുകളെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. ഒരിനം കീട ജീവിയാണത്, കീടങ്ങളാണ്. ആ പരീക്ഷണം കൊണ്ട് പ്രയാസപ്പെട്ടു. എവിടെ നോക്കിയാലും ചെള്ള്. വെള്ളം കുടിക്കാനെടുത്താൽ എവിടെയും ചെള്ള്. ശരീരത്തിലും വസ്ത്രത്തിലും കുപ്പായത്തിലും ഭക്ഷണത്തിലും കൃഷിയിലും നിറയെ. അങ്ങനെ ഈ കീടങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിച്ചപ്പോഴാണ് വീണ്ടും വരുന്നത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്. യാ മൂസ ദഉ ലനാ റബ്ബക്, മൂസാ നബിയെ ഒന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമോ, ഞങ്ങൾ നന്നായിക്കോളാം. അല്ലാഹു വീണ്ടും അവസരം കൊടുത്തു. ആ പരീക്ഷണവും മാറ്റി. പക്ഷെ അവർ നന്നായില്ല. പിന്നെയാണ് അല്ലാഹു അടുത്ത ശിക്ഷ നൽകുന്നത്. വല്ലഫാദിഅ, തവളകൾ. ഭക്ഷണത്തിലും വീട്ടിലും ഉറങ്ങുന്ന കിടപ്പറകളിലും നിറയെ തവള. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് നിറയെ ഭക്ഷണം നിറച്ചാൽ അതിലതാ കിടക്കുന്നൊരു തവള. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്താൽ അതാ ഗ്ലാസ്സിലൊരു തവള. കുപ്പായത്തിലും വിരിപ്പിലും നിറയെ തവളകൾ. വീട് നിറയെ തവളകളെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. എവിടെ നോക്കിയാലും തവള. കാലിടാൻ പോലും കഴിയാത്ത രീതിയിൽ അല്ലാഹു വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നൽകി. അപ്പോഴും വന്നു മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്. യാ മൂസ ദഉ ലനാ റബ്ബക്, മൂസാ ഒന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ഞങ്ങൾ നന്നായിക്കോളാം. മൂസാ നബി ദുആ ചെയ്തു. ആ പരീക്ഷണവും അല്ലാഹു മാറ്റിക്കൊടുത്തു. എന്നിട്ടും അവർ നന്നാവാൻ തയ്യാറായില്ല. പിന്നെയാണ് അല്ലാഹു അടുത്ത പരീക്ഷണം നൽകുന്നത്. വദ്ദമ, രക്തം എന്ന ഒരു പരീക്ഷണം നൽകി. ഭക്ഷണത്തിൽ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാചകം ചെയ്താൽ നിറയെ രക്തമാണ്. കുടിക്കാൻ വെള്ളമെടുത്താൽ നിറയെ രക്തമാണ്. കുളിക്കുന്ന വെള്ളം, വസ്ത്രം, വിരിപ്പ്, വീട്, എവിടെ നോക്കിയാലും രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു പരീക്ഷണം ഒരു വീട്ടിലല്ല, ഒരു നാട് മുഴുവനും അല്ലാഹു നൽകി. അപ്പോഴും അവർ വന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്. യാ മൂസ ദഉ ലനാ റബ്ബക്, മൂസാ നബിയെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ഞങ്ങൾ നന്നായിക്കോളാം. ലനുഅ്മിനന്ന ലക്, ഈ ഒരു പരീക്ഷണം മാറ്റി തന്നാൽ ഞങ്ങൾ നന്നായിക്കോളാം. എവിടെ നന്നാവാൻ? ആയാതിൻ മുഫസ്സലാത്ത്, വ്യത്യസ്തമായ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു നൽകി. ഫസ്തക്ബറു, എന്നിട്ടും അവർ അഹങ്കാരികളായപ്പോ, വകാനൂ ഖൗമൻ മുജ്രിമീൻ, എന്നിട്ടവര് അക്രമികളും കുറ്റവാളികളുമായപ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ഒരു ശിക്ഷ അവർക്ക് നൽകാൻ പോവുകയാണ്. നിങ്ങൾ നന്നാവൂലെങ്കിൽ ഞാൻ പാഠം പഠിപ്പിച്ചോളാം. فلما كشفنا عنهم الرجز إلى أجل هم بالغوا إذا هم ينكثون,
അവർക്ക് നൽകുന്ന ഓരോ പരീക്ഷണങ്ങളും പ്രാർത്ഥനയിലൂടെ മാറ്റുമ്പോഴേക്കും നന്നാവാമെന്നുള്ള വാക്കിനെ അവർ ലംഘിക്കുകയാണ്. അങ്ങനെയാണ് അല്ലാഹു പറയുന്നത്, ഫന്തഖംനാ മിൻഹും, അവരോട് ഞാൻ പ്രതികാരമെടുത്തു. എന്താണ് പ്രതികാരം? ഫഅഗ്റഖ്നാഹും ഫിൽ യമ്മി, കടലിലിട്ട് ഞാൻ അവരെ മുക്കിക്കൊന്നുകളഞ്ഞു. ബിഅന്നഹും കദ്ദബൂ ബിആയാതിനാ, എന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ കളവാക്കി, എന്നെ നിഷേധിച്ചു. അവസരങ്ങൾ ഒരുപാട് കൊടുത്തിട്ടും അവർ നന്നായില്ല. വകാനൂ അൻഹാ ഗാഫിലീൻ, അതിനെ തൊട്ട് അവർ അശ്രദ്ധരായി മാറിക്കളഞ്ഞു, അവഗണിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവർക്ക് ശക്തമായ ശിക്ഷ ഞാൻ നൽകി എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല എന്തിനാണ് ശിക്ഷിക്കുന്നത്? തെറ്റുകൾ കാരണത്താലാണ് ശിക്ഷിക്കുന്നത്. ആ ശിക്ഷ വരുമ്പോൾ അത് എന്നെ നന്നാക്കാൻ, ഞാൻ ചെയ്ത തെറ്റു കാരണത്താലാണ് ശിക്ഷിച്ചത് എന്ന ഉദ്ദേശത്തോടെ നന്നാവാനുള്ള സമയം കണ്ടെത്തണം. എന്നിട്ടും നന്നായില്ലെങ്കിലോ അല്ലാഹു പിന്നെയും ചാൻസ് തരും, പിന്നെയും അവസരം തരും. എന്നിട്ടും നന്നായില്ലെങ്കിൽ അല്ലാഹു ഒരു പിടി പിടിക്കാനുണ്ട്. ഇന്ന ബതുഷ റബ്ബിക ലശദീദ്, അല്ലാഹുവിന്റെ പിടുത്തം അത് ഭയാനകമാണ്. എസ്കേപ്പ് ചെയ്യാൻ ആർക്കും കഴിയില്ല. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, എന്റെ ഉപദേശങ്ങൾ, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവന് മറക്കാൻ തുടങ്ങുമ്പോ, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുമ്പോ, ദീനിയായ ചിട്ടയും ബോധവും അവർക്കില്ലാതെ വരുമ്പോ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, എല്ലാ സൗകര്യങ്ങളും ഞാൻ അവർക്ക് ഇട്ടുകൊടുക്കും. ഹത്താ ഇദാ ഫരിഹു ബിമാ ഹത്താ ഇദാ ഫരിഹു, എന്നിട്ട് ഞാൻ നൽകുന്ന സൗകര്യങ്ങളെല്ലാം അവർ ഉപയോഗിച്ച് സന്തോഷിക്കാൻ തുടങ്ങുമ്പോ, അഖദ്നാഹും ബഗ്ത, പെട്ടെന്നൊരു പിടി ഞാൻ പിടിക്കുമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മൾ തെറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലാഹുവിനെ മറക്കാൻ തുടങ്ങുമ്പോ അല്ലാഹു സൗകര്യങ്ങൾ ഓരോന്നോരോന്നിട്ട് തരും. മീനിന് ചൂണ്ടയിട്ട് കൊടുക്കുന്നത് പോലെ, മത്സ്യം പിടിക്കാൻ പോകുന്നവർ ചൂണ്ടയിട്ട് കൊടുക്കുന്നത് പോലെ അല്ലാഹു ഇങ്ങനെ ഇട്ട് തരും. ഇതിനെ നമ്മള് മത്സ്യത്തിന് ചൂണ്ടയിടുമ്പോ അതിൽ മാംസവും മണ്ണിരകളൊക്കെ എന്തിനാ ചേർക്കുന്നത്? മീൻ അല്ലെങ്കിൽ അതിലുള്ള മത്സ്യങ്ങള് വേറെ നിറയെ ഭക്ഷണം കഴിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. അത് കടിച്ചാൽ നമ്മൾ തിരിച്ചുടനെ വലിക്കൂലല്ലോ. കടിച്ചാൽ നമ്മൾ ഒന്നും കൂടി ഇറക്കി കൊടുക്കും, നന്നായിട്ട് കടിക്കാൻ വേണ്ടി. അങ്ങനെ നന്നായിട്ട് കടിക്കും, നന്നായിട്ട് ആസ്വദിക്കുമ്പോ ഒരു പിടി പിടിക്കും. അതേപോലെ അല്ലാഹുവിന്റെ എല്ലാ ഉപദേശങ്ങളും മറന്ന് ദീനിയായ കാര്യങ്ങളിൽ നിന്ന് അകലുമ്പോ അല്ലാഹു സൗകര്യങ്ങളുടെ വാതായനങ്ങൾ തുറന്നു തന്ന്, എന്നിട്ട് അതിൽ അതിരമിച്ചു ജീവിക്കുമ്പോൾ പെട്ടെന്നൊരു പിടി പിടിക്കും. ആ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പ്രളയങ്ങളും ദുരിതങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ആ ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കേരളക്കാർക്ക് മുഴുവനും മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ വർഗത്തിന്റെ പേരിൽ, സംഘടനയുടെ പേരിൽ, പാർട്ടിയുടെ പേരിൽ കൊലപാതകം നടത്തി വെല്ലുവിളിച്ച് ചോര ചിന്തി നടക്കുന്ന, അള്ളാഹുവിനെ മറന്നു നടക്കുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. എവിടെ പോയി വർഗീയവാദികളൊക്കെ? വീട് നിറയെ വെള്ളം നിറഞ്ഞു നിന്നപ്പോ ഒരു വർഗീയതയില്ല. അപ്പൊ പത്രങ്ങളിൽ വർഗീയതയോ വിഷം തുപ്പുന്ന വാക്കുകളൊന്നുമില്ല. അപ്പൊ എല്ലാവരും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കാൻ ഏത് വർഗീയവാദിയും തീവ്രവാദിയും ഒക്കെ പുരുപ്പിടി പിടിക്കും. അതൊരു സൂചനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അതേപോലെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകി. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് അല്ലാഹു ശിക്ഷ നൽകി. യൂനുസ് നബി പിണങ്ങിപ്പോയതാണ്, നാട്ടുകാരോട് പിണങ്ങിപ്പോയതാണ് യൂനുസ് നബി അലൈഹിസ്സലാം. എന്താ പിണങ്ങിയത്? ആരും പറഞ്ഞിട്ട് നന്നാവുന്നില്ല. വാലൊക്കെ പറയാന്നല്ലാതെ, വർഷത്തിൽ വാല് സംഘടിപ്പിക്കാമെന്നല്ലാതെ ആരും നന്നാവുന്നില്ല. വാല് കേട്ടിട്ടൊരു മാറ്റമില്ല. കുറെ വാല് പറഞ്ഞു, എന്നിട്ട് പള്ളിയിൽ ആരുമില്ല, മദ്രസയിൽ ആരുമില്ല, ദീൻ പറഞ്ഞതുപോലെ ആരും നടക്കുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോ യൂനുസ് നബി അലൈഹിസ്സലാമിന് ദേഷ്യം വരികയും നാട്ടുകാരോട് പിണങ്ങിപ്പോവുകയും ചെയ്തു. അപ്പൊ യൂനുസ് നബി അലൈഹിസ്സലാം പിണങ്ങിപ്പോയി. അങ്ങനെ കപ്പലിൽ കയറി മത്സ്യം വിഴുങ്ങി എന്നൊക്കെ നമ്മൾക്ക് അറിയുന്നതാണ്.
മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നൊരു ദിക്ർ ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതൊരു ഇലാഹില്ല, സുബ്ഹാനക നിന്നെ പരിശുദ്ധനാക്കുന്നു, ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ അക്രമം ചെയ്തു പോയി റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് 40ഓളം ദിവസം അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു രക്ഷപ്പെടുത്തി. അങ്ങനെ തിരിച്ചു വരുമ്പോഴുണ്ട് അക്രമികളായ അവിശ്വാസികളായ നാട്ടുകാര് മുഴുവൻ തൊപ്പിയും തൽപ്പാക്കം വെച്ച് നല്ല ദീനിയായിട്ട് പള്ളിയും മറ്റും മറിച്ച് നിസ്കാരമൊക്കെ കാണുന്നുണ്ട്. എന്താ അത്ഭുതം! ഞാൻ പോകുമ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഞാൻ ഇവിടുന്ന് പണങ്ങാൻ തന്നെ കാരണം ഇവരെ നന്നാവുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. എന്താ സംഭവം? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട് കാരണം فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس. ഏതെങ്കിലും ഒരു നാട്ടുകാർക്ക് അല്ലാഹു ശിക്ഷ നൽകിയിട്ട് അവരുടെ വിശ്വാസം കാരണം ആ ശിക്ഷയെ അല്ലാഹു പിൻവലിച്ചവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് യൂനുസ് നബിയുടെ സമുദായമാണ്. ശിക്ഷ തലയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നു. നാട്ടുകാരൊക്കെ മനസ്സിലായി 1-2 ദിവസം കൊണ്ട് ഞങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്നു. ഉദാഹരണം നമ്മുടെ ഇതേ പ്രളയം തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ ഉണ്ടായിരുന്ന അതേ സാഹചര്യം പിന്നെയും മഴ നിൽക്കാതെ പെയ്യാണ്. ശക്തമായി കോരിച്ചൊരിയുന്ന മഴ ഒരു 3 ദിവസം കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ കേരളം മുഴുവനും മുങ്ങുമായിരുന്നു. അങ്ങനെ സങ്കല്പിക്കുക. എങ്ങനെ മഴ വരാൻ നമ്മൾ മനസ്സിലാക്കൂലേ നമ്മുടെ കാലം കഴിഞ്ഞു, ഏതായാലും ഇത് വലിയൊരു അപകടത്തിലേക്കാ പോകുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കൂലേ. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം മനസ്സിലാക്കി ഇത് അപകടത്തിലേക്കാ പോകുന്നത്, ഇത് വലിയ ഒരു പരീക്ഷണത്തിന്റെ മുമ്പിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോ എല്ലാരും കൂടിയിട്ട് അങ്ങോട്ട് തൗബ ചെയ്തു. അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിട്ട് മടങ്ങി. അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കണം, അള്ളാഹുവേ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം, ഞങ്ങൾ നന്നാവുകയാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് മാപ്പ് തരണം, ഞങ്ങൾ നന്നാവുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം മുഴുവനും അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് ഖേദിച്ച് നന്നായി മടങ്ങുമ്പോഴേക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ശിക്ഷയെ മാറ്റി. കശഫ്നാ അൻഹും അദാബൽ ഖസി ഫിൽ ഹയാത്തി ദുനിയ വമത്തഅനാഹും ഇലാ ഹീൻ. ഒരു സമയം വരെ അല്ലാഹു അവരെ സുഖിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു ശിക്ഷിക്കുന്നത് തെറ്റുകൾ വർദ്ധിക്കുമ്പോഴാണ്. ഇതൊക്കെ ശിക്ഷയാണ് എന്നൊരു ബോധം നമ്മൾക്കുണ്ടാവുക. ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വഴികളില്ലേ? ഉണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ചെയ്തതുപോലെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ദുആ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് ഖാറൂൻ എന്ന് പറയുന്ന വലിയൊരു ആഡംബരത്തോടെ ജീവിച്ചൊരു മുതലാളി ഉണ്ടായിരുന്നത്. ഖാറൂനെ കാണുമ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, യാ അല്ലാഹ് ഖാറൂനെ പോലെ ഞങ്ങളായിരുന്നെങ്കിൽ. യൂസുഫ് അലിനൊക്കെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, യൂസുഫ് അലിന്റെ ഒക്കെ മോനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ പറയില്ലേ. അംബാനിയുടെ ഒക്കെ ഫാമിലിയിലോ മക്കളോ മകനോ ഒക്കെ ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയില്ലേ. അതേപോലെ ഖാറൂനെ കാണുമ്പോൾ പറയാൻ തുടങ്ങി, യാ അല്ലാഹ് ഖാറൂനെ പോലെ ആയിരുന്നെങ്കിൽ മിണ്ടാതിരിക്കും ഇങ്ങനെ കോടികൾ വരില്ലായിരുന്നോ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. فخرج قال انما اوتيته على علم عندي. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഖാറൂനിനോട് പറയുകയുണ്ടായി, ഖാറൂനെ സമ്പാദ്യം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണമെന്ന് ശ്രദ്ധിക്കണം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട ആളാണ് ഖാറൂൻ. ഫബഗാ അലൈഹിം. മൂസാ നബിയുടെ സമുദായത്തോടും മൂസാ നബിയോടും അതിക്രമം കാണിച്ചു. വആതൈനാഹു മിനൽ കുനൂസ്. ഞാൻ ഖാറൂനിന് നൽകിയ സമ്പത്ത് എത്രയാണ്, മുതൽ എത്രയാണ്? മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോലുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഖജനാവല്ല, ഖജനാവ് നമുക്കൊക്കെ ഉണ്ടാവൂലേ, ഒട്ടകം ചുമക്കാനുള്ള ഖജനാവ് ഉണ്ടാവൂലേ. നമ്മുടെ വീട്ടിലൊരു അൽമാര ഒട്ടകത്തിന് ചുമക്കാൻ മാത്രം ഉണ്ടാവും, അതൊക്കെ. പക്ഷെ താക്കോൽ ഉണ്ടാവാന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു താക്കോൽ ഒട്ടകത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ.
ഒരു 100 താക്കോലുണ്ട് ഒട്ടകത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ എത്ര ഉണ്ടാവും? ഒരൊട്ടകമല്ല, 40ഓളം ഒട്ടകക്കൂട്ടങ്ങൾ. ഒട്ടകക്കൂട്ടങ്ങൾക്ക് ചുമക്കാൻ മാത്രം അല്ലാഹു തആല ഖാറൂനിന് സമ്പത്ത് നൽകി. ഒരു കൂട്ടം മല്ലന്മാരായ ആളുകൾ, നല്ല ശക്തിയുള്ള ഒന്നുകിൽ ഒട്ടകക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ മല്ലന്മാരായ നല്ല ശക്തിയുള്ള ആളുകൾക്ക്, ഒരുപാട് കൂട്ടം ആളുകൾക്ക് ചുമക്കാൻ മാത്രമുള്ള താക്കോൽ ആരുടെ കയ്യിലുണ്ടായിരുന്നു? ഖാറൂന്റെ കയ്യിൽ. അതാ ചുരുക്കി പറഞ്ഞാൽ താക്കോൽ എന്നെ ചുമക്കാൻ ആളുകളില്ല. അത്രയും വലിയ കോടീശ്വരനായി മാറി. ആ സമയത്താണ് ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ്. ആ സമയത്ത് സമുദായത്തിലെ ആളുകൾ പറഞ്ഞു, ഖാറൂനെ, സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് അഹങ്കരിക്കരുത്. സമ്പത്ത് അല്ലാഹു നൽകുന്നത് മുതലാളി നല്ല ആൾക്കും നൽകും, ചീത്ത ആളുകൾക്കും നൽകും. സമ്പത്തുണ്ടെന്ന് വിചാരിച്ച ഒരാൾ നല്ല ആളല്ല, ഇല്ലാന്ന് വിചാരിച്ച ആൾ മോശമല്ല. മനസ്സിലാക്കണം. ഇന്നല്ലാഹ യുഅ്തിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവനും ഇഷ്ടമില്ലാത്തവനും കൊടുക്കും. പൈസ ഉണ്ടെന്ന് വെച്ച് ഒരാൾ നല്ല ആളാണ് എന്നത് അടയാളില്ല. ഒരാളുടെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്തുണ്ടെന്ന് വിചാരിച്ച് അയാൾ നല്ല ആളാണ് എന്നതിന്റെ ലക്ഷണമല്ല. അയാൾ നല്ലവനാവാം. ഇനി ഒരാൾക്ക് തീരെ ക്യാഷ് കൊടുത്തില്ല, ദരിദ്രനായി മാറി എന്ന് വെച്ചാൽ അയാൾ മോശക്കാരനാണോ? അല്ല. ഇപ്പൊ ഖാറൂനിനോട് പറഞ്ഞു, ലാ തഫ്റഹ്, അഹങ്കരിക്കരുതേ. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അഹങ്കരിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. ഖാറൂനെ, അല്ലാഹുവിന് ഇഷ്ടമല്ല. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ഖാറൂനിനോട് പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിങ്ങൾക്ക് തന്ന ഈ സമ്പത്ത് കൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനാണ് നോക്കേണ്ടത്. അല്ലാഹു നമ്മൾക്ക് സമ്പത്ത് നൽകിയാൽ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനാണ് അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. സമ്പത്തുണ്ടായാൽ വലിയ കൊട്ടാരം കണക്ക് വീടെടുത്ത് ഒരുപാട് പൊന്നും വാങ്ങിച്ച് വണ്ടിയും വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അടിച്ച് വാരിക്കോരി വലിച്ചെറിഞ്ഞ് ഹറാമ് ചെയ്യലല്ല. വീടെടുക്കണം, വണ്ടി വാങ്ങണം, വസ്ത്രം വാങ്ങണം, ഒക്കെ വേണം. എന്നിട്ടൊക്കെ ബാക്കിയുള്ളത് ദീനിനും പള്ളിക്കും മദ്രസയ്ക്കും പാവപ്പെട്ട ആൾക്കും ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കൊടുക്കണം. ഖാറൂനിനോട് പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് ആഖിറത്തിലെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. വലാ തൻസ നസീബക മിനദ് ദുനിയാ, അല്ലാഹു നിങ്ങൾക്ക് തന്ന ഈ ഒരു അനുഗ്രഹത്തെ മറന്നു പോകരുത്. അല്ലാഹു സമ്പത്ത് തന്നാൽ വലിയൊരു നിഅമത്താണ്, മറന്നു പോകരുത്. അല്ലാഹു തന്ന അനുഗ്രഹത്തെ മറക്കരുത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്തതുപോലെ അല്ലാഹുവിന് തിരിച്ചും നിങ്ങൾ നന്മ ചെയ്യണം. അഥവാ അല്ലാഹു സമ്പത്ത് നൽകാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. അതിന് ശുക്ർ ചെയ്യണം. അല്ലാതെ കിട്ടിയത് കൊണ്ട് ഹറാമും കള്ളും കുടിച്ച് വ്യഭിചരിച്ച് നടക്കലല്ല. അല്ലാഹു നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയതുപോലെ തിരിച്ചും അല്ലാഹുവിനോട് നല്ല രീതിയിൽ പെരുമാറണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹുവിനെ നാട്ടിലെ ഫിത്നക്കാരെ ഇഷ്ടമല്ല, കുഴപ്പക്കാരെ ഇഷ്ടമല്ല, അഹങ്കാരികളെ ഇഷ്ടമല്ല, ദൂർത്തടിക്കുന്നവരെ ഇഷ്ടമല്ല, ഹറാമിലേക്ക് ചെലവഴിക്കുന്നവരെ ഇഷ്ടമല്ല. അപ്പൊ ഖാറൂൻ പറഞ്ഞു, നിങ്ങൾക്ക് കുറെ ഡയലോഗൊന്നും വേണ്ട, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സ്വത്താണ്. എന്റെ കഠിനാധ്വാനം കൊണ്ട് എന്നെ ഉപ്പ പ്രസവിക്കുമ്പോ ജനിപ്പിക്കുമ്പോ എന്റെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഞാൻ എന്റെ കഴിവും ബുദ്ധിയും തന്റെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണ് എന്നുള്ള വെല്ലുവിളി ഖാറൂൻ നടത്തുകയുണ്ടായി. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അവലം യഅലം, അവൻ അറിയുന്നില്ലേ, അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ, ഖാറൂനെ നിനക്ക് മുമ്പും ഒരുപാട് സമുദായം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല, അതൊക്കെ ഓർക്കാമായിരുന്നില്ലേ നിനക്ക്? നൂഹ് നബി, അവിടുത്തെ സമുദായം ഓർക്കാമായിരുന്നില്ലേ? ഇദ്രീസ് നബി, ഹൂദ് നബി, സ്വാലിഹ് നബി, ശുഐബ് നബി, ലൂത്ത് നബി, ഇതൊക്കെ ഓർക്കാമായിരുന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവതൻ വ അക്സറു ജംആ, നിന്നെക്കാളും ശക്തിയുള്ള തെങ്ങിനോളം വലിപ്പമുള്ള ആദ് സമുദായം ഉണ്ടായിട്ടില്ല. ഇവിടെ തെങ്ങിന്റെ വലിപ്പമുള്ള ആളുകൾ ഉണ്ടായിട്ടില്ലേ?
നല്ല മാവ് കുഴക്കുന്നത് പോലെ പാറകൾ കുഴച്ചിരുന്ന ആളുകൾ, ഇരുമ്പുകൾ കുഴച്ചിരുന്ന സമുദായം ഉണ്ടായിട്ടില്ലേ? വലിയ വലിയ കരിങ്കൽ ക്വാറികളൊക്കെ നമ്മൾ JCB ഉപയോഗിച്ചും ബോംബ് ഉപയോഗിച്ചും പൊട്ടിക്കുമ്പോൾ അവർ കൈകൾ കൊണ്ടിങ്ങനെ കുഴക്കുമായിരുന്നു, മാവുകൾ കുഴക്കുന്നത് പോലെ. ഹാറൂനെ, നിന്റെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായക്കാരെ ഓർത്തുകൂടെ? എന്തിനാണ് ഈ അഹങ്കാരം? എന്നിട്ട് അഹങ്കാരത്തോടെ മനോഹരമായൊരു സ്വർഗം പണിയുകയാണ്. ജീവിക്കാൻ വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടി വലിയ ഒരു സ്വർഗം, ദുനിയാവിലെ സ്വർഗം. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, അങ്ങനെ ആർഭാടങ്ങളോടെ, അലങ്കാരങ്ങളോടെ, പ്രൗഢിയോടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, ഈ അലങ്കാരവും ഭംഗിയൊക്കെ കണ്ടപ്പോ നമ്മളെ പോലെയുള്ള പാവങ്ങളൊക്കെ പറഞ്ഞു, യാ അല്ലാഹ്, ഹാറൂനെ പോലെ ഞങ്ങളാക്കിയിരുന്നെങ്കിൽ, ഒരു യൂസുഫ് അലിനെ പോലൊക്കെ ആക്കിയിരുന്നെങ്കിൽ, അല്ലേ? അല്ലെങ്കിൽ അംബാനിയെ പോലെ, ബിൽഗേറ്റ്സിനെ പോലെ ഞങ്ങളൊക്കെ ആക്കിയിരുന്നെങ്കിൽ. ഇന്നഹു ലദൂ ഹള്ളിൻ അലീം, എന്തോ ഒരു ഭാഗ്യമാണ് അവരുടേത്. അപ്പോഴാണ് ഇൽമുള്ള നല്ലവരായ ആളുകൾ പറഞ്ഞത്, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമൻ. ഒരു അംബാനിയെ പോലെ ആവാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വഅമില സ്വാലിഹൻ വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ, നല്ല നല്ല അല്ലാഹുവിനെ പേടിയുള്ള ഉഖ്റവിയായ ആലിമീങ്ങളെ പോലെ ആവാൻ നോക്ക്. അങ്ങനെ നോക്ക്. പൈസക്കാരെ പോലെ ആവാൻ ആഗ്രഹിക്കണം. ഉഖ്റവിയായ പാരത്രിക ലോകം മാത്രം ആഗ്രഹിച്ചു ജീവിക്കുന്ന, നാളെ പാരത്രിക ലോകം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന നല്ലവരായ പണ്ഡിതന്മാര്, നല്ലവരായ സൂഫി വൈദ്യന്മാര്, ത്യാഗം, അല്ലാഹുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന സച്ചരിതരായ നല്ലവരായ നാട്ടിലുള്ള വയസ്സന്മാരെ പോലെ ആവാൻ ശ്രമിക്കുക. ഇല്ലാതെ മുതലാളിമാരെ കണ്ടിട്ട് കണ്ണു മഞ്ഞളിക്കണ്ട. അവരെ പോലെ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നാട്ടിലുള്ള ബുദ്ധിയുള്ള, ഇൽമുള്ള, അല്ലാഹുവിനെ പേടിയുള്ള ആളുകൾ പറയാണ്, അല്ലാഹുവിനെ പേടിയുള്ള നാളെ ആഖിറത്തിൽ വിജയിക്കുന്ന ആളുകളെ പോലെ ആവാൻ ശ്രമിക്കാൻ നാട്ടിലുള്ള ആളുകൾ ഈ മുതലാളിയെ പോലെ ആവാൻ ശ്രമിച്ചവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അഹങ്കാരത്തോടെ, നല്ല പ്രൗഢിയോടെ, ആഡംബരത്തോടെ, അലങ്കാരത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നിൽക്കുമ്പോഴാണ് ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, അവനെയും അവന്റെ ഭൂമിയെയും ഞാൻ വിഴുങ്ങിക്കളയുന്നത്, അവനെയും അവന്റെ ഭൂമിയെയും ഞാൻ വിഴുങ്ങിക്കളഞ്ഞു. അല്ലാഹു ആസ്വദിക്കാൻ പോലും ഖാറൂനിന് അവസരം നൽകിയില്ല. അഥവാ നല്ല മനോഹരമായിട്ടൊരു വീടെടുത്തിട്ട് ഒരു മാസത്തില് ഒരാൾ മരിച്ചുപോയ ആളുകൾ പറയില്ല, പാവം ഇത്ര നല്ല വീടെടുത്തിട്ട് ഒന്ന് താമസിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ വീടെടുത്ത് കുടിയിരിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയാൽ പറയില്ലേ, വണ്ടിയെടുത്തൊന്ന് ഓട്ടാൻ പോലും അവസരമില്ലാതെ ഒരു മാസം കൊണ്ട് മരിച്ചുപോയാൽ പറയില്ലേ. അതേ അവസ്ഥയാണ് ഇപ്പൊ ഖാറൂനുണ്ടായത്. തന്റെ സമ്പാദ്യങ്ങൾ കൊണ്ട് മനോഹരമായൊരു സ്വർഗം പണിതെന്ന് ആസ്വദിക്കാൻ വേണ്ടതിലേക്ക് കയറുമ്പോഴാണ് ജീവനോടെ വീടിനെയും ഖാറൂനിനെയും അല്ലാഹു വിഴുങ്ങിക്കളയുന്നത്. فما كان له من فئة ينصرونه من دون الله, ആ സമയത്ത് ഖാറൂനിനെ സഹായിക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല. പൈസ ഉണ്ടാകുമ്പോ കുറെ ശിങ്കിടികൾ ഉണ്ടാകും, സെക്രട്ടറിമാരുണ്ടാകും, ചങ്ങാതിമാരുണ്ടാകും. നമ്മുടെ ക്യാഷ് ഒന്ന് തീർന്നു പോയാൽ തിരിഞ്ഞു നോക്കാൻ ഒരു കുഞ്ഞുമോന് പോലും നമ്മുടെ കൂടെ ഉണ്ടാവൂല. അത് മനസ്സിലാക്കണം നമ്മൾ, അല്ലെ? പൈസ ഉണ്ടാകുമ്പോ വലുങ്ങും തലങ്ങും ബലങ്ങും കുറെ ആളുണ്ടാവും. പൈസ ഉണ്ടാകുമ്പോ പൈസ ഇല്ലേ, ഒരു മോനും തിരിഞ്ഞു നോക്കൂല. രോഗിയായിട്ട് കിടന്നോ, ഒരാളും തിരിഞ്ഞു നോക്കൂല. അതാണ് അല്ലാഹു പറയുന്നത്, ഒരാളും തിരിഞ്ഞു നോക്കാനില്ല. وأصبح الذين تمنوا مكانه بالأمس يقولون ويكأن الله يبسط الرزق لمن يشاء من عباده ويقدر لولا أمن الله علينا لخسف بنا ويكأنه لا يفلح الكافرون تلك الدار الآخرة, നാളെ ആഖിറത്തിലെ വിജയം അല്ലാഹു നൽകുന്നത് നജഅലുഹാ للذين لا يريدون علوا في الأرض ولا فسادا, ദുനിയാവിൽ ഫിത്നയും ഫസാദും ആഗ്രഹിക്കാത്ത, അഹങ്കാരമില്ലാത്ത നല്ല ആളുകൾക്കാണ് അല്ലാഹു നാളെ ആഖിറത്തിൽ വിജയം നൽകുന്നത് എന്ന നിർദ്ദേശം അല്ലാഹു പ്രത്യേകമായി പറയുന്നുണ്ട്.
സമ്പത്ത് കൊണ്ട് വിജയിച്ചു കൊള്ളണമെന്നില്ല, സ്ഥാനമാനങ്ങൾ കൊണ്ട് വിജയിക്കില്ല. നാട്ടിൽ നല്ല രീതിയിൽ ആരാണോ നടക്കാൻ ആഗ്രഹിക്കുന്നത്, ഫിത്നയില്ലാതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാതെ, കൊലപാതകങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ സമ്പാദ്യത്തിന് വേണ്ടി കൊലപാതകം നടത്തുന്ന ആളുകളാവാതെ, രാഷ്ട്രീയത്തിന് വേണ്ടി കൊലപാതകം നടത്തുന്ന, അനാവശ്യമായി നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായി മാറാതെ നല്ലവരായി ജീവിച്ച് ജനങ്ങൾക്കിടയിൽ സ്നേഹം, പരസ്പരം സ്നേഹവും സമാധാനവും കൈമാറി നാളെ ആഖിറത്തിൽ വിജയിക്കണമെന്ന ഉദ്ദേശത്തോടെ ജീവിക്കുന്ന ആളുകൾ മാത്രമാണ് നാളെ വിജയിക്കുക. അല്ലാതെ സമ്പത്ത് കൊണ്ടൊരു ഉപയോഗവും നാളെ ഉണ്ടാവൂല എന്ന് അള്ളാഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു രൂപ പോലും നമ്മൾക്ക് ഉപകാരമുണ്ടാവൂല. നമ്മുടെ സമ്പാദ്യങ്ങളെ കൊണ്ടോ സമ്പത്തിനെ കൊണ്ടോ യാതൊരു പ്രയോജനമില്ലാത്ത കാലത്ത് ഉപകരിക്കുന്നതെന്ത്? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സംശുദ്ധമായ ഹൃദയം ആർക്കാണുള്ളത്? പകയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, ചൊടിയില്ലാത്ത, കുശുമ്പില്ലാത്ത, കുറുമ്പില്ലാത്ത, കലഹങ്ങളില്ലാത്ത വിശാലമായ മനസ്സാർക്കാണോ ഉള്ളത് അവര് മാത്രമേ നാളെ വിജയിക്കൂ. നമ്മുടെ സമ്പാദ്യമോ സന്താനങ്ങളോ നാളെ യാതൊരു പ്രയോജനവും ചെയ്യില്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു നമ്മൾക്ക് വിശാലമായ സന്മനസ്സ് തരട്ടെ. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് എന്താ? അല്ലാഹു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ടാണ് ഈ പരീക്ഷണങ്ങളൊക്കെ നൽകുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഫിർഔൻ. എന്തുകൊണ്ടാണ് അള്ളാഹു ഫിർഔനിന് ഇത്രയും ചാൻസ് കൂടുതൽ കൊടുത്തത്? അല്ലേ, മറ്റുള്ളവർക്കൊക്കെ ഒരൊറ്റൊരു ചാൻസ്, ഫഖസ്നാഹും ബിസ്സൈഹ, ശബ്ദം കൊണ്ട്, അട്ടഹാസം കൊണ്ട്. പക്ഷെ ഫിർഔനിന് അല്ലാഹു 9ഓളം അടയാളങ്ങൾ കൊടുത്തുന്നാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം നമ്മൾക്കറിയാം. ആ ഒട്ടകം അറുത്തതിന്റെ പേരിൽ അല്ലാഹു തആല സമുദായത്തെ ശിക്ഷിച്ചത് നമ്മൾക്കറിയാം. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഒട്ടകത്തെ നിങ്ങൾ അറുക്കരുത് എന്ന്. വശംസി വളുഹാഹ എന്ന സൂറത്തിൽ പറയുന്നുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നത്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഹൃദയത്തെ ശുദ്ധിയാക്കിയാൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഇത് ശുദ്ധീകരിച്ചവൻ വിജയിച്ചിട്ടുണ്ട്. വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ ഈ ഹൃദയത്തെ സംസ്കരിക്കാതെ ഇതിന് തോന്നിയ രീതിയിൽ അതിന്റെ ആഗ്രഹങ്ങൾക്ക് വിട്ടുകളഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത് മനസ്സ് പറയുന്നത് പോലെ കേൾക്കുന്നവരാണ്. മനസ്സ് പറയുന്നത് അതുപോലെ കേൾക്കും. വ്യഭിചരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് വ്യഭിചരിക്കും. കള്ളു കുടിക്കാൻ മനസ്സിന് തോന്നിയാൽ പോയിട്ട് കള്ളു കുടിക്കും. കഞ്ചാവടിക്കാൻ തോന്നിയാൽ അങ്ങനെ, മോഷ്ടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ. എന്താണോ മനസ്സ് പറയുന്നത് അതങ്ങോട്ട് ചെയ്യും. ഇതെനിക്ക് പാടില്ലല്ലോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറില്ല. അതാണ് വിഡ്ഢികൾ. എന്താണോ ശരീരം പറയുന്നത് അതുപോലെ കേൾക്കുന്നവർ വിഡ്ഢിയാണ്. ഇനി ബുദ്ധിമാനാരാണ്? ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ്. തെറ്റ് കാണുമ്പോൾ ഇത് പാടില്ലല്ലോ എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് ബുദ്ധിമാൻ. വ്യഭിചാരം എനിക്ക് പാടില്ല, മാറി നിന്നു. കള്ളുകുടി എനിക്ക് പാടില്ല, മാറി നിന്നു. പ്രണയം എനിക്ക് പാടില്ല, മാറി നിന്നു. ഇങ്ങനെ ഹറാം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നവർ ബുദ്ധിമാന്മാരാണ്, അല്ലാത്തവർ വിഡ്ഢികളാണ്. അല്ലാഹു പറയാണ്, വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ ഈ ഹൃദയത്തെ സംസ്കരിക്കാതെ മാലിന്യമുള്ളതാക്കിയത് അവര് പരാജിതരാണ്. കദ്ദബത് സമൂദ് ബിതഗ്വാഹാ ഇദിൻ ബഅസ അഷ്ഖാഹാ,
فقال لهم رسول الله ناقة الله وسقياها. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ ഒട്ടകമാണ്, സൂക്ഷിക്കണം. സ്വാലിഹ് നബിയോട് പറഞ്ഞു, സ്വാലിഹ് നബിയെ, ഈ കാണുന്ന പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകത്തെ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചോളാം. വലിയ ഒരു വിശാലമായ പാറക്കെട്ട്, അവിടെ മുമ്പ് ഒട്ടകമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകത്തെ നിങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം. വിശ്വസിക്കോ? ഉറപ്പാണോ? സ്വാലിഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അത്ഭുതകരമായ പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകം അല്ലാഹു പുറത്തു കൊണ്ടുവരികയാണ്. അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതാ ഒരു ഒട്ടകം. എന്നിട്ട് പറഞ്ഞു, നാഖത്തല്ലാഹി വസുഖിയാഹാ, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്. അതുകൊണ്ട് ഇതിന് വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠത വേണം, ഇതിനെ നിങ്ങൾ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞു. ഫകദ്ദബൂഹു ഫഅഖറൂഹാ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഈ ഒട്ടകത്തോടുള്ള അസൂയ കൊണ്ട് അവർ ആ ഒട്ടകത്തെ അറുത്തു കളഞ്ഞു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സമുദായത്തെ നശിപ്പിച്ച രംഗമാണ് പറയുന്നത്. ഫദംദമ അലൈഹിം റബ്ബുഹും, ആ സമുദായത്തിലേക്ക് അല്ലാഹു തആല ഒന്നടങ്കം വലിയ ഒരു ശിക്ഷ നൽകി അവരെ നശിപ്പിക്കുകയാണ്. ദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ. ഒരു ശിക്ഷ നൽകി ഒന്നടങ്കം എല്ലാറ്റിനെയും അല്ലാഹു നശിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് അല്ലാഹു നശിപ്പിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് ഫിർഔനിന് അല്ലാഹു തആല അവസരങ്ങൾ ഒരുപാട് നൽകിയത്? അതിന്റെ പിന്നിൽ കാരണമുണ്ടെന്നാണ്. ഫിർഔനിന് 3 പ്രത്യേകതകളുണ്ട്. ഫിർഔനിന് 3 പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നമ്മൾക്കുണ്ടെങ്കിൽ അല്ലാഹു നമ്മൾക്ക് റിസ്ക് തരും. ആ പ്രത്യേകതകൾ നമ്മൾക്കുണ്ടെങ്കിൽ അല്ലാഹു നമ്മൾക്ക് റിസ്ക് തരും. എന്താണ് ആ പ്രത്യേകത? 1, സുബഹി നിസ്കാരത്തിന്റെ ശേഷം നമ്മളൊക്കെ കിടന്നുറങ്ങാറുണ്ട്. സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാൻ പാടില്ല. അറിയില്ലേ? സുബഹിക്ക് ശേഷം കിടന്നുറങ്ങാത്ത ആളൊന്നും സുബഹി നിസ്കാരത്തിന്റെ ശേഷം കിടന്നുറങ്ങാൻ പാടില്ല. 5 മണിക്ക് ബാങ്ക് വിളിച്ചാൽ ഒരു 4:45 എണീറ്റ് 4:45 എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി ബാങ്കിനെ കാത്തിരുന്ന് സുബഹിക്ക് പള്ളിക്ക് ജമാഅത്തിന് പോയി സുബഹി ജമാഅത്തായി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും പരിശുദ്ധമായ ഖുർആനും ഓതി ദിക്ർ ചൊല്ലിക്കൊണ്ട് നമ്മൾ കാത്തിരിക്കണം. സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങുന്ന വീടുകളിൽ അല്ലാഹു ദാരിദ്ര്യം നൽകും. ഫിർഔനിന്റെ ഒരു പ്രത്യേകത, സൂര്യൻ ഉദിക്കുന്നത് വരെ ഫിർഔന് ഉറങ്ങാറില്ലായിരുന്നു. നിസ്കാരമൊന്നുമില്ല, പക്ഷേ എന്നാലും സൂര്യൻ ഉദിക്കുന്നത് വരെ ഫിർഔൻ ഉറങ്ങൂല. രാവിലെ എണീറ്റിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാറില്ലായിരുന്നു. ഖാറൂനിന് അല്ലാഹു തആല സമ്പാദ്യം ഉപയോഗിക്കാൻ അവസരം കൊടുത്തില്ല, പെട്ടെന്ന് കൊണ്ടുപോയി. പക്ഷെ എന്തുകൊണ്ടാണ് ഫിർഔനിന് ഒരുപാട് അവസരങ്ങൾ അല്ലാഹു നൽകിയത്? മഹാന്മാര് ചർച്ച ചെയ്യുന്ന വിഷയമാണിത്. 1, സുബഹിയുടെ സമയത്ത് സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാറില്ലായിരുന്നു. അങ്ങനെ ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, വീട്ടിലേക്ക് ദാരിദ്ര്യം വരും. സുബഹിക്ക് ശേഷം ഉറങ്ങുന്ന വീടുകളിൽ അല്ലാഹു ദാരിദ്ര്യം നൽകും. ആ വീടിന്റെ ഐശ്വര്യം അല്ലാഹു തിരിച്ചു കൊണ്ടുപോകും. ബാറകല്ലാഹു ഫീ ബുകൂരിഹാ. ഒരു പ്രഭാതത്തിന്റെ പകലിൽ, ഒരു ദിവസത്തിന്റെ പകലിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്നവർക്ക് പെട്ടെന്ന് സ്വായത്തമാക്കാനും മനഃപ്പാഠമാക്കാനും, ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിൽ എളുപ്പമാവാനും, യാത്ര ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാനും പറ്റിയ സമയമാണത്. കിച്ചണിലേക്ക് പോകുന്ന, അടുക്കളയിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് അടുക്കളയുടെ ജോലി ക്ഷീണമില്ലാതെ തീർക്കാൻ പറ്റുന്ന സമയമാണത്. അല്ലാഹു ഒരുപാട് ബറക്കത്ത് ചെയ്ത സമയമാണത്. ഉറങ്ങി തീർക്കരുത്, വായിക്കണം, ഖുർആൻ ഓതണം, പഠിക്കണം, എന്തെങ്കിലും നല്ല അമലുകളിൽ വ്യാപൃതരാവണം. രണ്ടാമത്തെ പ്രത്യേകത, ഖാന ബാറൻ ലി ഉമ്മിഹി. ഉമ്മയെ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഫിർഔൻ. ഉമ്മയോട് നല്ല ബഹുമാനായിരുന്നു. തമ്മാടിത്തരവും തണ്ടിത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉമ്മ എന്ന് പറഞ്ഞ നല്ല ബഹുമാനായിരുന്നു. ഉമ്മയോട് നല്ല റെസ്പെക്റ്റ് ആയിരുന്നു. ഉമ്മയോട് മര്യാദയുണ്ടായിരുന്നു. കല്യാണം കഴിക്കലോടുകൂടി ഭാര്യയുടെ തലയണമന്ത്രം കേട്ട് ഉമ്മമാരെ അകറ്റുന്ന സ്വഭാവക്കാരനല്ല.
ഉമ്മയ്ക്ക് നല്ല ബഹുമാനം നൽകി സ്നേഹിച്ച് ഉമ്മയോടുള്ള കടപ്പാടുകളൊക്കെ വളരെ ഭംഗിയായി നിറവേറ്റുന്ന ഒരാളായിരുന്നു ഫിർഔൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു തആല ഒരാൾക്കും ചെയ്ത തെറ്റിന് ദുനിയാവിൽ ശിക്ഷ നൽകാറില്ല. ചെറിയ ചെറിയ തെറ്റുകൾക്കൊന്നും ശിക്ഷ നൽകൂല. എന്നാൽ അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകുന്ന തെറ്റിൽപ്പെട്ടതാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറുക എന്നുള്ളത്. ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടാൻ കാരണമാകും മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത്. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. അല്ലാഹുവിന് നമ്മോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. അല്ലാഹുവിന് നമ്മോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? മാതാപിതാക്കൾക്ക് നമ്മോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ്. മാതാപിതാക്കളോട് ചോദിക്കാം, എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇഷ്ടമാണോ അല്ല വെറുപ്പാണോ എന്ന്. ഇഷ്ടമാണെങ്കിൽ അല്ലാഹുവിനും നിങ്ങളോട് ഇഷ്ടമാണ്. അല്ലാഹുവിന് കോപമുണ്ടോ എന്നറിയാൻ മാതാപിതാക്കൾക്ക് കോപമുണ്ടോ എന്ന് നോക്കിയാൽ മതി. മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷകൾ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫിർഔനിന്റെ മറ്റൊരു പ്രത്യേകത, ഉമ്മയോട് വളരെ മാന്യമായി പെരുമാറുന്ന ആളായിരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. നമ്മള് ട്രെയിൻ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടലിൽ ഒരു ഇത്ത് കണ്ടു, കുലു വഷ്റബു വലാ തുസ്രിഫു. തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അമിതവ്യയം അരുത്. തിന്നുക കുടിക്കുക, പക്ഷേ അമിതം വേണ്ട. അമിതമായിട്ട് തിന്നും വേണ്ട, അമിതമായിട്ട് കുടിക്കാൻ വേണ്ട, ആവറേജ്. ദുർവ്യയം അല്ലാഹുവിന് ഇഷ്ടമല്ല. കുലു വഷ്റബു വലാ തുസ്രിഫു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അമിതമായി കഴിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണ്. അതോടൊപ്പം ഭക്ഷണം കളയരുത്. ആവശ്യത്തിനുള്ള ഭക്ഷണമാണ് നമ്മൾ എടുക്കേണ്ടത്. ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. ആവശ്യമില്ലാത്ത ഭക്ഷണം നമ്മൾ തുടരുത്. ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. തിന്നുമ്പോൾ തന്നെ അതിന്റെ വറ്റകളൊക്കെ പുറത്തു വീണാൽ അത് പെറുക്കിയെടുത്ത് തിന്നാൻ നമ്മൾ ശ്രമിക്കണം. ഫിർഔൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു, കളയാറില്ലായിരുന്നു. ഭക്ഷണത്തോടും ഒരു ബഹുമാനമുണ്ടായിരുന്നു. നബിതങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നില്ല. ടേസ്റ്റ് ഇല്ലെങ്കിലും മാധുര്യമില്ലെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ ഭക്ഷണം പോരാന്ന് പറഞ്ഞിട്ട് എണീറ്റിട്ട് പോവാറില്ലല്ലോ. ഇഷ്ടം തോന്നിയില്ലെങ്കിൽ കഴിക്കൂല. ഇത് പോരാ, എന്ത് ഭക്ഷണാണ്, എന്തോ ഒലക്കയുടെ ഭക്ഷണം ഒന്നും ചോദിക്കൂല. ഇത് ഭക്ഷണത്തോടുള്ള അപമര്യാദയാണ്. ഭക്ഷണം കഴിച്ചു നോക്കൂ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹ് നന്നായിട്ട് കഴിക്കും. ടേസ്റ്റ് ഇല്ലേ? ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണം ഒരുപാടുണ്ടാക്കി എല്ലാ ദിവസവും കൊണ്ടുപോയിട്ട് കൂട്ടുക, ഇതൊക്കെ ആയിരിക്കും പ്രളയങ്ങളൊക്കെ വരുന്നത്. ഭക്ഷണത്തിന്റെ വാല്യൂ തിരിച്ചറിയണമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലെത്തണ്ടേ? വെള്ളം ഇറങ്ങി വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഗ്ലാസ്, ഒരു നുറുക്ക് വെള്ളം പോലും കുടിക്കാനില്ല. കിണറ്റിൽ നിന്ന് കുടിക്കാൻ കഴിയില്ല, വീട്ടിലെ വെള്ളമൊന്നും കുടിക്കാൻ കഴിയില്ല. പിന്നെ പ്യൂരിഫൈഡ് വാട്ടർ ബോട്ടിൽ, ശുദ്ധീകരിച്ച വെള്ളം വേണം. ബോട്ടിൽ വാട്ടർ വേണം, വെള്ളം വേണം. എലിപ്പനി പടരുകയാണ്. മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ഇങ്ങനെ ഒരു പ്രളയം കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ശക്തമായ മാരകമായ പകർച്ചവ്യാധികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? വീട്ടിലെ കിണറുകളിലേക്ക് ഒലിച്ചു വരുന്ന വെള്ളം ഏതൊക്കെ ടോയ്ലറ്റുകളിൽ നിന്ന്, ഫാക്ടറികളുടെ വിസർജ്യങ്ങൾ, പാമ്പുകൾ, എലികൾ, ഇങ്ങനെ വേസ്റ്റുകളൊക്കെ അടിച്ചുകൂടി വീടിന്റെ കിണറ്റിലും കുഴൽക്കിണലൊക്കെ വന്നുകൂടും. പിന്നെ വെള്ളം കുടിച്ച് അസുഖം വരാതിരിക്കോ? അതുകൊണ്ട് മുൻകരുതലെടുക്കാൻ സംസ്ഥാന സർക്കാരൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. അത് കളയരുത്. കളഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകും. ഈ മൂന്ന് കാരണത്താലാണ് അല്ലാഹു തആല
ഫിർഔനിന് അല്ലാഹു ഈ സൗകര്യങ്ങൾ ഒരുപാട് കാലം നൽകിയത് എന്ന് മഹാന്മാര് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിനാണ് അല്ലാഹു ശിക്ഷ നൽകുന്നത്? മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ്. ഇനി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ ഹദീസുകളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക്, ദുരിതങ്ങൾക്ക്, പ്രളയങ്ങൾക്ക്, കലാപങ്ങൾക്കുള്ള കാരണം എന്ത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിൽ അല്ലാഹു പറയുന്നുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും ഫിത്നയുണ്ടായത്, കടലിലും കരയിലും അക്രമങ്ങൾ ഉണ്ടായത്, ദുരിതങ്ങൾ ഉണ്ടായത്, നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിയുടെ ദുരന്തം എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുകയാണ് അല്ല, അല്ലാഹുവിന്റെ ശിക്ഷയാണത്. വെള്ളപ്പൊക്കമായാലും ഭൂകമ്പങ്ങളായാലും ഉരുൾപൊട്ടലായാലും പ്രകൃതിയുടെ ദുരന്തം, മരം വെട്ടി, കാട് വെട്ടി, മല വെട്ടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കായൽ കയ്യേറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതൊക്കെ കാരണമായേക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അല്ലാഹുവിന്റെ ശിക്ഷയാണെന്നാണ്. അല്ലാഹുവിന്റെ ശിക്ഷയാണിത്, അല്ലാഹുവിന്റെ ശിക്ഷയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ ദുരന്തം എന്ന് പറഞ്ഞ് കൈ കഴുകാനായിട്ടില്ല. അല്ലാഹുവിന്റെ ശിക്ഷയാണ്. മാറ്റങ്ങൾക്ക് വിധേയരാവണം. അല്ലാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. തെറ്റു ചെയ്യാതെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, സമുദ്രത്തിലും കരയിലും ഫിത്നയും ഫസാദും ഉണ്ടായത് ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ്. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കാൻ അല്ലാഹു ശിക്ഷ നൽകുകയാണ്. As you sow, so you reap എന്ന് പറയും. വിതച്ചതേ കൊയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്തത് നമ്മൾ അനുഭവിക്കും. നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. തെറ്റുകൾ നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കാൻ. എന്നിട്ടോ ലഅല്ലഹും യർജിഊൻ, എന്നിട്ട് അല്ലാഹു നോക്കുന്നത് നമ്മൾ നന്നാവുന്നുണ്ടോ ഇല്ലേ എന്നാണ്. നന്നാവുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ.